അച്ഛൻ മദ്യപാനി. സ്നേഹം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. കല്യാണത്തിന് 10 പൈസ തരില്ലെന്ന് അനിയത്തിയോട് പറഞ്ഞു. ബിഗ് ബോസ് മലയാളം സീസൺ 7 കാണുന്നവരുടെ ഏറ്റവും വലിയ എന്റർടൈൻമെന്റ് ഫാക്ടറാണ് നെവിൻ. ഹൗസിൽ ജെനുവിൻ ഫാൻസുള്ള ഒരേയൊരു മത്സരാർത്ഥി. നെവിൻ ഇല്ലായിരുന്നുവെങ്കിൽ ഈ സീസൺ ഉപ്പില്ലാത്ത കഞ്ഞി പോലെ ആകുമായിരുന്നു എന്നാണ് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ. PR ഉള്ള മത്സരാർത്ഥികളുടെ നിലനിൽപ്പിന് വേണ്ടി നെവിനെ ഈ വീക്ക് PR ടീം ഒത്തുചേർന്ന് പുറത്താക്കുമോ എന്ന ടെൻഷനിലാണ് ഇപ്പോഴത്തെ BB പ്രേക്ഷകർ. ഫാഷൻ കൊറിയോഗ്രാഫർ, ഇന്റീരിയർ ഡിസൈനർ, ഗായകൻ, ഡാൻസർ, ചിത്രകാരൻ തുടങ്ങി കെവിൻ കൈവയ്ക്കാത്ത മേഖലകൾ കുറവാണ്. ഇപ്പോഴത്തെ തന്റെ ജീവിതകഥ മൈൽസ്റ്റോൺ മേക്കേഴ്സ് നൽകിയ അഭിമുഖത്തിൽ പങ്കുവച്ചിരിക്കുകയാണ് നെവിൻ. കുഞ്ഞുനാൾ മുതൽ മാതാപിതാക്കളിൽ നിന്നും ഒരു സെപ്പറേറ്റായി ജീവിച്ചതിനാൽ സ്നേഹം അനുഭവിച്ചിട്ടില്ല എന്ന് നെവിൻ പറയുന്നു. നെവിൻ്റെ വാക്കുകളിലേക്ക്. എൻ്റെ അച്ഛൻ ഒരു മദ്യപാനിയായിരുന്നു. സുഹൃത്തുക്കൾ എന്നെ ബുള്ളി ചെയ്യുമ്പോൾ അദ്ദേഹം എന്നെ സപ്പോർട്ട് ചെയ്യാനായി വന്നിട്ടില്ല. മാത്രമല്ല, എനിക്ക് 6-7 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ വേറൊരു ഫാമിലിയിൽ എന്നെ കൊണ്ടുപോയി ആക്കി. അങ്ങനെയാണ് ഞാൻ മാതാപിതാക്കളുടെ അടുത്ത് നിന്ന് സെപ്പറേറ്റ് ആവുന്നത്. ഈ പ്രായത്തിൽ കുട്ടികൾ അനുഭവിക്കേണ്ട സ്നേഹവും കെയറിങ്ങും സപ്പോർട്ടും ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വലുതാകുന്നതിനൊപ്പം തന്നെ എനിക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ഒരിക്കൽ ഞാൻ എൻ്റെ ഫാദറിനെ പോലെ ആകരുത് എന്നായിരുന്നു ലക്ഷ്യം. മാത്രമല്ല, അച്ഛനുമായി യാതൊരു വിധത്തിലുള്ള അറ്റാച്ച്മെൻറ്റും ഇല്ല. പിതാവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ അവസരം കിട്ടിയിട്ടില്ലെന്നതുകൊണ്ടാണ് അത്. ഇപ്പോൾ അച്ഛൻ മരിച്ചിട്ട് 2 വർഷമായി എന്നും നെവിൻ കൂട്ടിച്ചേർക്കുന്നു. പക്ഷേ അദ്ദേഹം മരിച്ചപ്പോൾ ഒരു തുള്ളി കണ്ണുനീർ പോലും വന്നിട്ടില്ല എനിക്ക്. വേണമെങ്കിൽ പ്രഹസനം കാണിക്കാമായിരുന്നു. ഈ അനുഭവങ്ങളെല്ലാം ഉള്ളതുകൊണ്ടാകും ഞാൻ ചിലപ്പോഴൊക്കെ ബോസി ടൈപ്പാണ്. എന്നാൽ തമാശയാണോ എന്ന് ചോദിച്ചാൽ തമാശയാണ്. പക്ഷേ എനിക്ക് സ്നേഹിക്കാൻ അറിയാൻ പാടില്ല. കാരണം സ്നേഹം എന്ന സംഭവം എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ വാല്യൂവും എനിക്കറിയില്ല. ഞാൻ എൻ്റെ അനിയത്തിയോട് ഇതിലൊന്നും മര്യാദയ്ക്ക് സംസാരിച്ചില്ല. കെട്ടിപ്പിടിക്കുകയോ വയ്ക്കുകയോ ചെയ്തില്ല. പക്ഷേ ഞങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. എന്നാൽ മുഖത്തോട് മുഖം നോക്കിയാൽ അടിക്കുമെന്ന രീതിയാണ്. എനിക്കും അവൾക്ക് സ്നേഹം പ്രകടിപ്പിക്കാനും അറിയില്ല. ണ്ടായ മോശം അനുഭവങ്ങളൊന്നും മാതാപിതാക്കളോട് പറഞ്ഞിട്ടില്ല. കാരണം കുത്തി കീറാൻ നിൽക്കുന്നയാളാണ് എൻ്റെ ഫാദർ. അതുകൊണ്ട് തന്നെ എല്ലാം മനസ്സിൽ തന്നെ വെച്ചു. എൻ്റെ കുടുംബത്തിന് ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ബുള്ളിയിങ് പോലെ ഉള്ളവയിൽ നിന്ന് ഞാൻ മൂഡ് ഓണായി. അത്തരം കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യാൻ നിന്നിട്ടില്ല. 20 വയസ്സ് മുതൽ ജോലി ചെയ്യുന്നു, സമ്പാദിക്കുന്നു. ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലി പോലുമല്ല. ദരിദ്ര കുടുംബമാണ്. സുഹൃത്തുക്കളോട് പോലും ഞാൻ ഓപ്പൺ ആയിട്ടില്ല. കാരണം സിമ്പതി എനിക്ക് ആവശ്യമില്ല. അതുപോലെ തന്നെ എൻ്റെ സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കല്യാണം കഴിക്കുകയാണെങ്കിൽ 10 പൈസ ഞാൻ തരില്ലെന്ന്. കാരണം ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ എനിക്ക്, അവൾ ഉണ്ടാക്കിയ പൈസ അവൾക്ക്. ഗിഫ്റ്റായി അവൾ എന്നോട് ചോദിച്ചത് കിയയുടെ കാറാണ്. അതിനേക്കാൾ നല്ലത് അവളുടെ വിവാഹ സമയത്ത് കൊറോണ കാലഘട്ടം വരാൻ പ്രാർത്ഥിക്കുന്നതല്ലേ. അതുപോലെ എന്തെങ്കിലും കാരണവശാൽ ഡിവോഴ്സായാൽ തൂങ്ങിച്ചാവാൻ നിൽക്കണം. നേരെ വീട്ടിലേക്ക് വന്നോളൂ, നമുക്ക് ഒരുമിച്ചിരുന്ന് നെറ്റ്ഫ്ലിക്സ് സീരീസുകൾ കാണാമെന്നും പറഞ്ഞിട്ടുണ്ടെന്ന് നെവിൻ കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ ഏതായാലും അറിയാം ബിഗ് ബോസിലെ പുതിയ എൻ്റർടൈനറായ നെവിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. ഇതുപോലെ കണ്ടിന്യൂ ചെയ്യുമോ അതോ ക്വിറ്റായിട്ട് പോകുമോ എന്നറിയാനായിട്ട് കാത്തിരിക്കൂ.